നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. നെയ്ശ്ശേരി തോക്കിമ്പൻ റോഡിൽ മുളപ്പുറം ഷാപ്പിന് സമീപം നിർമ്മാണത്തിലിരുന്ന കലുങ്കിൽ സ്വകാര്യ ബസ് കയറുന്നതിനിടെ കലുങ്കിന്റെ അരികിടിഞ്ഞു വീണു. യാത്രക്കാർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഇടുക്കി ജില്ലാ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റ് ഡാൻ ഗ്രേഡ് തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടത്തി. ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. മൂലമറ്റം സെന്റ് ജോർജ് ഫോറന പള്ളിയുടെ പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനം നടന്നു. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖ്യ സന്ദേശം നൽകി. തൊടുപുഴ താലൂക്ക് NSS കരയോഗ യൂണിയന്റെ പ്രവർത്തക സമ്മേളനം മെയ് 5-ന് തൊടുപുഴ ഷെറോൺ കൾച്ചറൽ സെന്ററിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോടിക്കുളം ചാലക്കേമുക്ക് ഒരുമ റെസിഡൻസ് അസോസിയേഷനും തൊടുപുഴ അഹല്യ ഐ ഫൗണ്ടേഷനും സംയുക്തമായി സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. നെയ്ശ്ശേരി തോക്കിമ്പൻ റോഡിൽ മുളപ്പുറം ഷാപ്പിന് സമീപം നിർമ്മാണത്തിലിരുന്ന കലുങ്കിൽ സ്വകാര്യ ബസ് കയറുന്നതിനിടെ കലുങ്കിന്റെ അരികെ ഇടിഞ്ഞു വീണു. തിങ്കളാഴ്ച രാവിലെ വണ്ണപ്പുറത്ത് നിന്നും തൊമ്മൻകുത്ത് വഴി ആരംഭിച്ച് 5:50-ന് മുളപ്പുറം വഴി കടന്നുപോകുന്ന മൻസൂര്യ ബസ് കടന്നുപോകുമ്പോഴാണ് കലുങ്ക് ഇടിഞ്ഞത്. ബസിന്റെ ടയർ കുഴിയിൽ കുടുങ്ങുകയും ബസിന്റെ പിൻവശം ചെരിയുകയും ചെയ്തു. എന്നാൽ ഡ്രൈവർ സമയോചിതമായി ഇടപെട്ടതിനാൽ വൻ അപകടം ഒഴിവായി. നെയ്ശ്ശേരി തോക്കുമ്പൻ ഹസാഡ് റോഡിൽ മുളപ്പുറം ഷാപ്പിന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന കലുങ്കിൽ സ്വകാര്യ ബസ് കയറുന്നതിനിടെ കലുങ്കിന്റെ അരിക് ഇടിഞ്ഞു വീണു. തിങ്കളാഴ്ച രാവിലെ വണ്ണപ്പുറത്ത് നിന്നും തൊമ്മൻകുത്ത് വഴി ആരംഭിച്ച് 5:50-ന് മുളപ്പുറം വഴി കടന്നു പോകുന്ന മൻസൂര്യ ബസ് കടന്നു പോകുമ്പോഴാണ് കലുങ്ക് ഇടിഞ്ഞത്. ബസിന്റെ ടയർ കുഴിയിൽ കുടുങ്ങുകയും ബസിന്റെ പിൻവശം ചെരിയുകയും ചെയ്തു. എന്നാൽ ഡ്രൈവർ സമചിത്തതയോടെ ഇടപെട്ടതിനാൽ വൻ അപകടം ഒഴിവായി. അപകട സമയത്ത് ബസ്സിൽ 23 യാത്രക്കാരുണ്ടായിരുന്നതായി കണ്ടക്ടർ ജോയൽ ജോർജ് പറഞ്ഞു. മുളപ്പുറം മുതൽ തൊമ്മൻകുത്ത് വരെയുള്ള 3 കിലോമീറ്റർ റോഡിൽ 6 കലുങ്കുകളാണ് പണിയുന്നത്. കലുങ്ക് ഇടിഞ്ഞതിനെ തുടർന്ന് ഇതുവഴി സർവീസ് നടത്തിയിരുന്ന 7 ബസ്സുകളുടെ സർവീസ് മുടങ്ങി. ഇതുമൂലം യാത്രക്കാർക്ക് ദുരിതവും ബസ് ഉടമകൾക്ക് നഷ്ടവും ഉണ്ടായി. റോഡ് പണിയിലുണ്ടായിട്ടുള്ള അശ്രദ്ധയും അപാകതയുമാണ് ഇത്തരം പ്രശ്നങ്ങൾക്കും അപകടങ്ങൾക്കും കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. നെയ്ശ്ശേരി തോക്കിമ്പൻ റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന മുളപ്പുറം ഷാപ്പുംപടി ഭാഗത്ത് കൽവെട്ട് നിർമ്മാണം പകുതി പൂർത്തിയാക്കിയതിനു ശേഷം വാഹനങ്ങൾ കടത്തിവിടുന്നതിനായി മണ്ണ് നിരത്തി മറുഭാഗം കുഴിച്ച് കുഴിയാക്കി ഇട്ടിട്ട് 3 ആഴ്ചയിലേറെയായി. ഇതുവരെ നിർമ്മാണം പൂർത്തിയാക്കാതെ നിർമ്മാണ കമ്പനി അനാസ്ഥ കാണിക്കുന്നുവെന്നും വളരെ അപകടാവസ്ഥയിലാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഇതിന്റെ ഭാഗമായി വാഹനങ്ങൾ കടന്നുപോകാനാവാതെ ബ്ലോക്കിൽ ഏറെ നേരം കിടക്കുക പതിവ് കാഴ്ചയാണ്. കരാർ എടുത്തിരിക്കുന്ന അക്ഷയ ബിൽഡേഴ്സ് എന്ന കമ്പനി ഈ അനാസ്ഥ പ്രവൃത്തി ആരംഭിച്ചതു മുതൽ ഇങ്ങനെയാണെന്നും നാട്ടുകാർ പറയുന്നു. ബന്ധപ്പെട്ട മുളപ്പുറം ഷാപ്പുംപടിയിൽ ഒരു കൾവെട്ട് നിർമ്മിക്കാനായിട്ട് കുഴിയെടുക്കുകയും അതിനുശേഷം ഒരു ഭാഗം നിർമ്മാണം പൂർത്തീകരിച്ച് വാഹനങ്ങൾ കടന്നു പോകുന്നതിനായിട്ട് മിറ്റിലും മറ്റു കാര്യങ്ങളും ഇട്ട് റെഡിയായി കൊടുക്കുകയും അതിനുശേഷം മറ്റൊരു ഭാഗം നിർമ്മാണം ആരംഭിക്കുന്നതിന് വേണ്ടി കുഴിയെടുക്കുകയും അതിൽ വലിയ ഗർത്തമായിട്ട് രൂപപ്പെട്ട് അവിടെ 3 ആഴ്ചകളായിട്ടും ഇതുവരെയും അവിടെ നിർമ്മാണം ആരംഭിക്കാനായിട്ട് നിർമ്മാണ കമ്പനി തയ്യാറായിട്ടില്ല. വാഹനങ്ങൾ കടന്നു പോകുന്ന മൂലം മിറ്റിലും മറ്റു കാര്യങ്ങളും അവിടെ നിന്ന് താഴേക്ക് പോവുകയും വലിയൊരു കുഴിയായിട്ട് രൂപപ്പെടുകയും ചെയ്തു. അതിനാൽ നമുക്ക് വാഹനങ്ങൾ കടന്നു പോകാനായിട്ട് പറ്റാത്തൊരു സാഹചര്യമാണ്. ഇന്നലെ വൈകുന്നേരം ഒരു രാത്രി 9 മണിയോട് കൂടിയിട്ട് നമ്മൾ നിർമ്മാണ കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് വേണ്ട ഇതിലുള്ള യാതൊരുവിധ സഹകരണവും ഉണ്ടായിട്ടില്ല. അപ്പം ഇന്ന് രാവിലെ മുതൽ, അതായത് ഇപ്പം ഈ ബസ് കിടക്കുന്ന ബസ്സിൻ്റെ ബാക്കിലേക്ക് 5 ബസ്സുകളുണ്ട്. രാവിലെ ബസ് കടന്നു പോകാതെ ഇപ്പോൾ വരെയുള്ള എല്ലാ ബസ്സുകളും ഇതിൻ്റെ പിന്നിലായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം അവരുടെ ഭാഗത്ത് അവർ യാതൊരുവിധ സേഫ്റ്റിയോ ഇല്ലെങ്കിൽ യാതൊരുവിധ മറ്റു കാര്യങ്ങളോ ഇല്ലാണ്ടാണ് നമ്മുടെ റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. അപ്പം അതിന് വേണ്ട നടപടി എടുക്കണമെന്ന് അധികാരികൾ നടപടി എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇടുക്കി ജില്ലാ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റ് ഡാൻ ഗ്രേഡ് 2024 തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടത്തി. ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ ഹിൻഡ് ഷിറ്റോറിയും കരാട്ടെ സ്റ്റൈൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരുൺ മാത്യു വടക്കൻ സ്വാഗതം ആശംസിച്ചു. ഓൾ കേരള ഹിൻഡ് ഷിറ്റോറിയോ കരാട്ടെ സ്റ്റൈൽ ചെയർമാനും റിട്ടയർഡ് ഡിവൈഎസ്പിയുമായ മാത്യു പോൾ ആമുഖ പ്രസംഗം നടത്തി. മുൻ ജില്ലാ സ്പോർട്സ് കൗൺസിലർ സെക്രട്ടറി
MS പവനൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി ജില്ലാ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റ് ഡാൻ ഗ്രേഡ് 2024 തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ആർക്കും ഒന്നിനെക്കുറിച്ചും ക്ഷമയോ അല്ലെങ്കിൽ പരസ്പര ബഹുമാനമോ ആദരവോ ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാർഷ്യൽ ആർട്സ് എന്ന് പറയുന്ന ആ ആയോധന കലകളെ, കരാട്ടെ ഉൾപ്പെടെയുള്ള ആയോധന കലകളെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ഒക്കെ ഏത് രീതിയിൽ ഏകാഗ്രമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ ബേബി സാർ ഉടനെ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ടാവാം, നിങ്ങളത് പഠിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു പരിപാടിയിലേക്ക് എന്നെ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ഒരു 40-ലധികം വനിതകളും കുട്ടികളും ആണ് ഇതിനകത്ത് ബെൽറ്റ് കിട്ടുന്നത് എന്ന്. വളരെ സന്തോഷം തോന്നി. അപ്പോൾ അമ്മമാരും കുട്ടികളും ഒക്കെ ഈ ഒരു കലയിലേക്ക് തിരിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു എന്നറിയുമ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷമാണ്. കാരണം നമുക്ക് ഏറ്റവും ആവശ്യം വേണ്ടത് നമ്മുടെ മനസ്സിനെ ധൈര്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഏത് പ്രതിസന്ധികളും നമ്മളെന്നും കേൾക്കുന്ന കാര്യങ്ങളാണ്. ഒരുപാട് ആത്മഹത്യകൾ ഉണ്ടാകുന്നു, ഒരുപാട് അക്രമങ്ങൾ ഉണ്ടാകുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. നിസ്സാരമായ ഒരു കാര്യത്തിന് പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമൂഹമാണിത്. ക്ഷമ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ആർക്കും ഇല്ല. ഒരു കാര്യം പറഞ്ഞാൽ രണ്ടാമത് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുവാനോ ക്ഷമയോടെ ഒന്ന് കേൾക്കുവാനോ അതെന്താണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നതിനെക്കുറിച്ച് ഒന്നും നമുക്കിപ്പോൾ ചിന്തിക്കുവാനുള്ള ഒരു അവസ്ഥയിലല്ല നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു അവസരത്തിൽ നമുക്കൊരു ക്ഷമ എന്ന് പറയുന്നത് അത് പരസ്പരം നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് നിൽക്കും. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ ഏകാഗ്രതയോടെ ഇരിപ്പിക്കുക, അതുപോലെ നമ്മുടെ ശരീരത്തിനെ അതിനെ ഒരു ഏകാഗ്രതയോടെ ഏകോപിപ്പിക്കുക. അപ്പോൾ കണ്ണും ശരീരവും കൈയും കാലും എല്ലാം ഒന്നിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരു കലയും കൂടിയാണ്. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് അധ്യക്ഷനായി. ഇടുക്കി ജില്ലാ ഹിന്ദ് ഷിറ്റോറിയോ കരാട്ടെ സ്റ്റൈൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരുൺ മാത്യു വടക്കൻ സ്വാഗതം ആശംസിച്ചു. ഓൾ കേരള ഹിന്ദ് ഷിറ്റോറിയോ കരാട്ടെ സ്റ്റൈൽ ചെയർമാനും റിട്ടയർഡ് ഡിവൈഎസ്പിയുമായ മാത്യു പോൾ ആമുഖ പ്രസംഗം നടത്തി. മുൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി MS പവനൻ മുഖ്യപ്രഭാഷണം നടത്തി. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ അംഗം K ശശിധരൻ, നാഗപ്പുഴ സെന്റ് മേരീസ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോൺ കടവൻ, സൗത്ത് ഇന്ത്യൻ മാസ്റ്റർ AGA രാജ, ബേബി എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു. ഉസ്താന സക്കീർ, ബിനീഷ് ജോസഫ്, സ്നേഹ ജോർജ്, യസിൻ ബിജോ, ദേവിക ബിജു, കീർത്തൻ സിയോണ ചിഞ്ചു, ദിവ്യ CL, അയോണ അനു, അക്ഷയ് സുനിൽകുമാർ, അമോലിക ജയൻ, ജിമ്മി, ഹരിപ്രിയ വേണു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മൂലമറ്റം സെന്റ് ജോർജ് ഫൊറോന പള്ളിയുടെ പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനം നടന്നു. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖ്യ സന്ദേശം നൽകി. വികാരി ഫാദർ കുര്യൻ കാലായിൽ അധ്യക്ഷത വഹിച്ചു. ജോർജി ജയ ഫോട്ടോസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. മൂലമറ്റം ഫൊറോന പള്ളി വികാരി ബഹുമാനപ്പെട്ട പുതിയ കേരള അഭിമന്യ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവേ, റോഷി അഗസ്റ്റിൻ സർ, KS വിനോദ് സർ, അജിൽ ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, പ്രിയ
പ്ലാറ്റിനം ജൂബിലി സമാപിക്കുന്ന ഈ അവസരത്തിൽ 1949 ജൂലൈ 29-ാം തീയതി നമ്മുടെ ഇടവക ഔദ്യോഗികമായി സ്ഥാപിതമാണ്. ബഹുമാനപ്പെട്ട വിനോദ്, പ്രിയപ്പെട്ട നജിൽ, പ്രിയപ്പെട്ട വൈദികരെ, സമർപ്പികരെ, മാതാപിതാക്കളെ, മത്സര്യമുള്ള കുഞ്ഞുമക്കളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഈ കൊറോണയുടെ പ്ലാറ്റിനം ജൂബിലി സമാപനത്തിൽ ഇവിടെ ഒന്നിക്കുന്നത്. നിങ്ങളുടെ സജീവമായിട്ടുള്ള സാന്നിധ്യം പരിശുദ്ധ കുർബാനയിലും ഇപ്പോൾ ഇവിടെ ഉള്ള ഈ പൊതു സമ്മേളനത്തിലും കാണുന്നതിൽ എനിക്ക് വലിയായ സന്തോഷമുണ്ട്. ഇപ്പം നമ്മുടെ റോഷിയസിൻ സാറ് തന്നെയാണല്ലോ ഇതിൻ്റെ എല്ലാം ചുമതലക്കാരനാണ്. അങ്ങനെ പറഞ്ഞ അവസരത്തിൽ മൂലമറ്റം വലിയൊരു കേന്ദ്രമായി ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പ്രദേശമായിട്ട് മാറി. ഇതിൻ്റെ പണികളെല്ലാം നടന്നുകൊണ്ടിരുന്ന അവസരത്തിൽ ഈ സൈറ്റ് കാണാനായിട്ട് തന്നെ നൂറുകണക്കിന് ആളുകൾ എല്ലാ ദിവസവും ഇവിടെ വന്നുകൊണ്ടാണിരുന്നത്. അതുപോലെ തന്നെ മൂലമറ്റം ഹൈ റേഞ്ച്, ലോ റേഞ്ച് ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള കൂട്ടിച്ചേരുവയുടെ കണ്ടുമുട്ടലിൻ്റെ സ്ഥലം കൂടിയാണ്, സംഗമ സ്ഥലമാണ്. ബഹുമാനപ്പെട്ട വ്യാസം പറഞ്ഞതുപോലെ ഇത് കൊറോണ ദേവാലയമാണ്. യാത്രാ സൗകര്യം വളരെയേറെയുള്ള സ്ഥലമാണ്. ജൂബിലി നമുക്ക് മാനസാന്തരത്തിൻ്റെ, മനസ്സിൻ്റെ പരിവർത്തനത്തിൻ്റെ ഒരു ചിന്തകൾ കൂടെ നമുക്കുണ്ടായിരിക്കണം. അപ്പോഴാണ് നമ്മുടെ ഈ ആഘോഷങ്ങൾക്ക് നല്ല മികവ് ഉണ്ടാകുന്നത് എന്ന കാര്യം നിങ്ങളെ ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് അല്പം കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ ക്രമീകരണത്തിൻ്റെ കാര്യം കൊണ്ടും മന്ത്രിയെ നമ്മൾ ബഹുമാനിക്കേണ്ടതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ ബോധ്യപ്പെടുത്താനായി നടത്തിയ ശ്രമം ആർന്ന് പടർന്നു തരാൻ കാണിച്ച താല്പര്യം ദൈവശാസ്ത്ര പാണ്ഡിത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള ഔന്നിത്യമാണ് ഉയർത്തിക്കാണിക്കുന്നത്. അപ്പോൾ സഭയുടെ പിതാക്കന്മാർ നൽകുന്ന ഈ സന്ദേശം ഓരോ ജൂബിലിയിലും ജൂബിലിയുടെ പ്രാരംഭത്തിലും സ്വാഗതത്തിലുമില്ല, നല്ലവണ്ണം ചിന്തിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടാൻ കഴിയത്തക്ക പോലെയുള്ള നല്ല ഒരുക്കം ബഹുമാനിയായ പ്രിയപ്പെട്ട കാലയലക്ഷ്യൻ്റെ നേതൃത്വത്തിൽ ഈ ഇടവഴിയിൽ നടന്നു എന്നുള്ളതാണ് കാണപ്പെടുന്നത്. ആഘോഷവേളയിൽ എന്നെപ്പോലൊരു വ്യക്തിക്ക് ഇങ്ങനെ വിശിഷ്ട വ്യക്തികൾക്കൊപ്പം ഒരു വേദി പങ്കിടാനുള്ള ഒരു അവസരം ആദ്യം ചെയ്ത വികാരി അച്ഛനോടും ഇതിൻ്റെ കൺവീനർ അച്ഛനോടുമുള്ള നന്ദി ഞാൻ ആദ്യം തന്നെ അറിയിക്കുന്നു. Swagatam, swagatam,
പൊൻകളരി വാതിലിലെ ദേവി ചിലമ്പും ചിലമ്പൊലിയോടെ ചിലറി വരുന്നോടെ. പാർവതിയടി വരുന്നേരം അവനിൽ പണ്ടത്തിലോടാക്കിടങ്ങിയ എതുവേ തൊടുപുഴ താലൂക്ക് NSS കരയോഗ യൂണിയന്റെ പ്രവർത്തക സമ്മേളനം മെയ് 5-ന് തൊടുപുഴ ഷെറോൺ കൾച്ചറൽ സെന്ററിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കരയോഗം രജിസ്ട്രാർ VV ശശിധരൻ നായർ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ സംഘടനയിലെ അംഗങ്ങളായ പ്രമുഖ വ്യക്തികളെ അനുമോദിക്കും. സമ്മേളനത്തിന് ശേഷം വനിതാ യൂണിയന്റെ നേതൃത്വത്തിൽ 1000-ൽ അധികം അംഗങ്ങൾ പങ്കെടുക്കുന്ന മെഗാ തിരുവാതിരയും നടക്കും. നായർ സർവീസ് സൊസൈറ്റി 110 വർഷത്തെ പ്രവർത്തനം നിറവിലെത്തി നിൽക്കുകയാണ്. മതേതരത്വത്തിനും സാമൂഹ്യനീതിക്കും അനാചാരങ്ങളെ തുടച്ചു നീക്കുന്നതിനും വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. ഇപ്പോഴും സാമൂഹ്യ മുന്നേറ്റത്തിന് ഉതകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സംഘടന നടത്തിവരുന്നത്. കഴിഞ്ഞ 6 മാസമായി താലൂക്ക് തലത്തിൽ കരയോഗങ്ങളെ 5 മേഖലകളായി തിരിച്ച് മേഖലാ സമ്മേളനങ്ങൾ നടത്തുകയും സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് 2024 വനിതാ ശാക്തീകരണ വർഷമായിട്ട് താലൂക്ക് യൂണിയൻ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. സമുദായം ഇന്ന് നിരവധി വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിലുണ്ടായ വെല്ലുവിളികളെ നേരിടുവാൻ സമുദായ അംഗങ്ങളെ പ്രാപ്തരാക്കുന്നതിനു വേണ്ടിയാണ് താലൂക്ക് അടിസ്ഥാനത്തിൽ സമ്മേളനങ്ങൾ നടത്തുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൊടുപുഴ താലൂക്ക് NSS കരയോഗം യൂണിയന്റെ പ്രവർത്തക സമ്മേളനം മെയ് 5-ന് മന്നം നഗറിൽ വെച്ച് നടത്തും. കരയോഗം രജിസ്ട്രാർ VV ശശിധരൻ നായർ ഉദ്ഘാടനം നിർവഹിക്കും. യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള അധ്യക്ഷത വഹിക്കും. സമ്മേളനത്തിൽ വ്യാപാര വ്യവസായ രംഗത്തും ശാസ്ത്ര സാഹിത്യ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച അംഗങ്ങളെ അനുമോദിക്കും. സമ്മേളനത്തിന് ശേഷം വനിതാ യൂണിയന്റെ നേതൃത്വത്തിൽ 1000-ലധികം അംഗങ്ങൾ പങ്കെടുക്കുന്ന മെഗാ തിരുവാതിരയും ഉണ്ടായിരിക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് ഒരു മെഗാ തിരുവാതിര കൂടിയോടെ സംഘടിപ്പിക്കുന്നുണ്ട്. പ്രധാനമായിട്ടുള്ള സമ്മേളനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് 2024 ഞങ്ങൾ സ്ത്രീ ശാക്തീകരണ വർഷമായിട്ട് ആചരിക്കുകയാണ്. അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിലാണ്. നമ്മുടെ സ്വാശ്രയ സംഘങ്ങൾ താലൂക്ക് യൂണിയൻ്റെ നേതൃത്വത്തിൽ 105ഓളം സ്വാശ്രയ സംഘങ്ങളുണ്ട്. ആ സ്വാശ്രയ സംഘങ്ങളിലൂടെ സ്ത്രീ ശാക്തീകരണവും സ്ത്രീകളുടെ സാമൂഹ്യമായ പദവി ഉയർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും അവരെ സാമ്പത്തികമായിട്ട് സ്വാശ്രയത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള മറ്റ് പ്രവർത്തനങ്ങളുമെല്ലാം നടന്നു വരികയാണ്. സമുദായ ശാക്തീകരണവും ഒപ്പം സമുദായത്തിലെ സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനും അവരെ സാമ്പത്തികമായിട്ട് സ്വാശ്രയത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിനും അതിനുവേണ്ടിയുള്ള നിരവധി പ്രവർത്തനങ്ങൾ തൊഴിൽ മേഖല ഉൾപ്പെടെ അവരെ ബോധവൽക്കരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള, വൈസ് പ്രസിഡന്റ് MB ധർമാംഗത കൈമൾ, സെക്രട്ടറി R അനിൽകുമാർ, കമ്മിറ്റി അംഗങ്ങളായ S ശ്രീനിവാസൻ, KP ചന്ദ്രഹാസൻ, CC അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോടിക്കുളം ചാലക്കമുക്ക് ഒരുമ റെസിഡൻസ് അസോസിയേഷനും തൊടുപുഴ അഹല്യ ഐ ഫൗണ്ടേഷനും സംയുക്തമായി പൊതുജനങ്ങൾക്കായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് KS വിജയൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി സൗജന്യ രജിസ്ട്രേഷൻ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, സൗജന്യ മരുന്ന് വിതരണം, മിതമായ നിരക്കിൽ തിമിര ശസ്ത്രക്രിയ, തുടർ ചികിത്സാ സൗകര്യം തുടങ്ങി വിവിധ സേവനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായി കോടിക്കുളം കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന ചാലക്കമുക്ക് ഒരുമ റെസിഡൻസ് അസോസിയേഷനും തൊടുപുഴ അഹല്യ ഐ ഫൗണ്ടേഷനും സംയുക്തമായി പൊതുജനങ്ങൾക്കായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് KS വിജയൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരുമ റെസിഡൻസ് അസോസിയേഷൻ്റെ വിവിധ സാമൂഹ്യ സേവന പദ്ധതികളുടെ ഭാഗമായിട്ട് ഈ വർഷം നടത്തുന്ന പദ്ധതികളിലെ പ്രഥമ പദ്ധതിയായ നേത്രപരിശോധനാ ക്യാമ്പ് ഞങ്ങൾ തൊടുപുഴ അഹല്യ ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലുമായി ചേർന്നുകൊണ്ട് ഇന്നിവിടെ ചാലക്കമുക്കിൽ വെച്ച് നടത്തുകയാണ്. ഈ ക്യാമ്പിൽ ഇവിടെ വരുന്ന നേത്രപരിശോധനയ്ക്കായി എത്തുന്നവർക്ക്
സൗജന്യമായ പരിശോധനയും OP ടിക്കറ്റും വാഹന സൗകര്യങ്ങളും തുടർ ചികിത്സയ്ക്ക് വേണ്ട സഹായങ്ങളും സൗജന്യ നിരക്കിലുള്ള ഓപ്പറേഷൻ മറ്റു കാര്യങ്ങളും എല്ലാം അഹല്യ ഫൗണ്ടേഷൻ ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ പരിപാടിയിൽ അഹല്യ ഫൗണ്ടേഷനുമായി ചേർന്നുള്ള ഈ പരിപാടിയിൽ സഹകരിക്കുന്ന എല്ലാ നാട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ക്യാമ്പിന്റെ ഭാഗമായി സൗജന്യ രജിസ്ട്രേഷൻ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, സൗജന്യ മരുന്ന് വിതരണം, മിതമായ നിരക്കിൽ തിമിര ശസ്ത്രക്രിയ, തുടർ ചികിത്സാ സൗകര്യം തുടങ്ങി വിവിധ സേവനങ്ങൾ ക്രമീകരിച്ചതായി തൊടുപുഴ അഹല്യ ഹോസ്പിറ്റൽ PRO ജേക്കബ് സാജ് പറഞ്ഞു. ഇവിടുത്തെ സവിശേഷതകൾ എന്ന് പറയുന്നത് നമ്മുടെ വിദഗ്ധമായ ഒപ്റ്റോമെട്രിസ്റ്റിൻ്റെ സേവനം, ഡോക്ടർ ഇപ്പോൾ കണ്ണാടിക്ക് വരാൻ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാമ്പിൻ്റെ റേറ്റിൽ കണ്ണാടികൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പ് ചെയ്യുന്നവർക്ക് നമ്മൾ വണ്ടി അറേഞ്ച് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ വന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പ് ചെയ്തിട്ട് അവർ തിരിച്ച് ഇവിടെ തന്നെ മീൻസ് എവിടെ ക്യാമ്പ് വരുന്നു അവിടെ തന്നെ കൊണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ സർജറി വല്ലതും ഉണ്ടെങ്കിൽ അവർക്ക് മിതമായ നിരക്കിൽ നമ്മൾ സർജറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. ഒരുമ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി വിൻസെന്റ് ജെയിംസ്, വൈസ് പ്രസിഡന്റ് TA ജോസഫ്, ട്രഷറർ മജു KS എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഒരുമ റെസിഡൻസ് അസോസിയേഷൻ ഈ കാലയളവിൽ നിർധന രോഗികൾക്കായി ചികിത്സാ സഹായം, ഡയാലിസിസ് സഹായം, ഹൃദയ ശസ്ത്രക്രിയ സഹായം, പഠന സഹായം, വിവിധ ആശുപത്രികളുമായി സഹകരിച്ചുകൊണ്ട് മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങി നിരവധി സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. വാഴത്തോപ്പ് സർവീസ് സഹകരണ ബാങ്കിലെ ഇടപാടുകൾ സംബന്ധിച്ച് ഉന്നത അന്വേഷണം നടത്തണമെന്ന് ബാങ്ക് സംരക്ഷണ സമിതി കൺവീനർ മാർട്ടിൻ അഗസ്റ്റിൻ ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ക്രമവിരുദ്ധമായി വായ്പ നൽകിയ ബാങ്കിന് ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടായതായും മാർട്ടിൻ അഗസ്റ്റിൻ ആരോപിച്ചു. ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലയ്ക്ക് ആശ്രയമാകേണ്ട വാഴത്തോപ്പ് സർവീസ് സഹകരണ ബാങ്കിൽ ഇടപാടുകൾ സംബന്ധിച്ച് ഉന്നതതല അന്വേഷണം വേണമെന്ന് ബാങ്ക് സംരക്ഷണ സമിതി കൺവീനർ മാർട്ടിൻ അഗസ്റ്റിൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ലാഭത്തിൽ പ്രവർത്തിച്ചിരുന്ന ബാങ്ക് കഴിഞ്ഞ 10 വർഷക്കാലമായി അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണെന്നും മാർട്ടിൻ അഗസ്റ്റിൻ പറഞ്ഞു. അഴിമതിയും കൊടികരസ്ഥയും കൊടികുത്തിയ വാഴത്തോപ്പ് സർവീസ് എന്ന ബാങ്കിലെ ഇടപാടുകൾ സംബന്ധിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് ബാങ്ക് സംരക്ഷണ സമിതി പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെടുകയാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എളിയ രീതിയിൽ പ്രവർത്തനം തുടങ്ങിയ പ്രാഥമിക സഹകരണ സംഘം വർഷങ്ങളോളം ലാഭത്തിൽ പ്രവർത്തിച്ചുവെങ്കിലും കഴിഞ്ഞ 10 വർഷത്തിനിടെ അഴിമതി അരങ്ങ് തകർക്കുകയായിരുന്നു. ബാങ്ക് നിലവിൽ 45 കോടിയോളം രൂപയുടെ വായ്പ നൽകിയിട്ടുണ്ട്. ഇത് തന്നെ ക്രമവിരുദ്ധമാണ്. 35 കോടി രൂപ നിക്ഷേപവും 10 കോടി രൂപ അപ്പെക്സ് ബാങ്കിൽ നിന്നുള്ള ഓവർഡ്രാഫ്റ്റുമാണ്. സഹകരണ ചട്ടപ്രകാരം നിക്ഷേപത്തിന്റെ 80% മാത്രമേ വായ്പ നൽകാൻ കഴിയൂ. ഇത് മറികടന്നാണ് ലോൺ കൊടുത്തിരിക്കുന്നത്. JLG ഗ്രൂപ്പുകൾ രൂപീകരിച്ചുകൊണ്ട് ദേശാഭിമാനിയുടെ വാർഷിക പരിസംഖ്യ ചേർത്ത് 1 കോടി രൂപയാണ് JLG ഗ്രൂപ്പ് വഴി വാഴത്തോപ്പ് സർവീസ് ബാങ്ക് ലോണ് നൽകിയിരിക്കുന്നത്. തട്ടിക്കൂട്ട് JLGകൾ രൂപീകരിച്ചുകൊണ്ട് ദേശാഭിമാനിയുടെ വാർഷിക പരിസംഖ്യ ചേർക്കുന്നതിന് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. ഹിൽവി പാർക്കിൽ 10 വർഷത്തേക്ക് ലീസിനെടുത്ത ഹിൽവി പാർക്ക് 1,72,00,000 രൂപ മുടക്കിയെന്നാണ് ബാങ്കിന്റെ രേഖകളിലുള്ളത്. പക്ഷെ ഒരു 25 ലക്ഷം രൂപയുടെ പോലും മുതൽ മുടക്ക് ആ ഹിൽവി പാർക്കിൽ വാഴത്തോപ്പ് സർവീസ് ബാങ്ക് മുതൽ മുടക്കിയിട്ടില്ല. 63 അതിന്റെ ലാഭത്തിന്റെ അവിടെ വിറ്റുവരവിന്റെ അവിടുത്തെ ലാഭത്തിന്റെ 63% ബാങ്കിനും 37% ഹിൽവി പാർക്കിനും ആണ് അതിന്റെ വരുമാനത്തിൻ്റെത്. അതിൽ തന്നെ വൻ ക്രമക്കേട് നടന്നിട്ടുണ്ട്. ദേശാഭിമാനി ദിനപത്രത്തിന്റെ വരിസംഖ്യ അടയ്ക്കുവാൻ ക്രമവിരുദ്ധമായി വായ്പ എടുത്തത് ഉൾപ്പെടെ 45 കോടിയുടെ വായ്പ സംബന്ധിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുമാരമംഗലം MKNM സ്കൂൾ ഗ്രൗണ്ടിൽ ഹാൻഡ്ബോൾ സമ്മർ പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. ഹാൻഡ്ബോൾ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് P. അജീവ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മുഖ്യ അതിഥികളായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബിൻ വർഗീസ്, ഇടുക്കി ജില്ലാ ഹാൻഡ്ബോൾ പ്രീമിയർ ലീഗ് രക്ഷാധികാരി അബു ജോൺ ജോസഫ് എന്നിവർ പങ്കെടുത്തു. ഇടുക്കി ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുമാരമംഗലം MKNM സ്കൂൾ ഗ്രൗണ്ടിൽ ഹാൻഡ്ബോൾ സമ്മർ പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. ഹാൻഡ്ബോൾ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് P. അജീവ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നല്ല വരുമാനവും നല്ല ജോലിയും നമ്മുടെ നാടിൻ്റെ യശസ്സും ഉയർത്തിക്കാട്ടാനുള്ള ഇവരുടെ ആ നല്ല പ്രയത്നത്തെ നമുക്ക് അഭിനന്ദിക്കാം. ഇവർക്ക് വേണ്ട എല്ലാവിധ ആശംസകളും നമുക്ക് കൊടുക്കാം, പിന്തുണയും കൊടുക്കാം. അതുകൊണ്ട് ഈ 21ാമത് ഹാൻഡ്ബോൾ അസോസിയേഷൻ്റെ സമ്മർ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ ഇവിടെ നിർവഹിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. മുഖ്യ അതിഥികളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബിൻ വർഗീസ്, ഇടുക്കി ജില്ലാ ഹാൻഡ്ബോൾ പ്രീമിയർ ലീഗ് രക്ഷാധികാരി അബു ജോൺ ജോസഫ് എന്നിവർ പങ്കെടുത്തു.
യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഷമീന നാസർ, വാർഡ് മെമ്പർ ഉഷ രാജശേഖരൻ, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗങ്ങളായ കെ ശശിധരൻ, റഫീഖ് പള്ളത്തുപറമ്പിൽ, അസോസിയേഷൻ ഭാരവാഹികളായ ഷമീർ എം പി, അൻസിൻ മാളിയേക്കൽ, സംസ്ഥാന താരങ്ങളായ ബോബൻ ബാലകൃഷ്ണൻ, അജിത് കൃഷ്ണൻ, ഷൈൻ പി ആർ, അശ്വിൻ സത്യൻ, ആനന്ദ് ടിവോ, ആദിൽ മുബാറക്, അൻവർ ഹുസൈൻ എന്നിവർ പ്രസംഗിച്ചു. പരിശീലനത്തിന് മുൻ സംസ്ഥാന താരം ദീപു ഇ.ജെ, അരവിന്ദ് ഹരിദാസ്, അഷ്റഫ് അഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി വരുന്നു. ക്യാമ്പ് മെയ് 25-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കുമാരമംഗലം. കേരള നിയമസഭ പാസാക്കിയ 1964-ലെ ഭൂനിയമ ഭേദഗതിയിൽ ഒപ്പുവെച്ച ഗവർണറുടെ നടപടി സ്വാഗതാർഹമാണെന്നും ചട്ടങ്ങൾ എത്രയും വേഗം രൂപീകരിച്ച് ഇത് നടപ്പിൽ വരുത്തണമെന്നും അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് അഭ്യർത്ഥിച്ചു. ചട്ടങ്ങൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല എന്ന് സർക്കാർ ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കേരള നിയമസഭ പാസാക്കിയ ഭൂനിയമ ഭേദഗതിയിൽ ബഹുമാനപ്പെട്ട ഗവർണർ ഒപ്പിട്ടിരിക്കുന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. ഗവർണറുടെ ഈ നടപടി സ്വാഗതാർഹമാണ്. ഈ നിയമത്തിലെ ചട്ടങ്ങൾ എത്രയും വേഗം പാസാക്കി ഈ നിയമം നടപ്പിൽ വരുത്തണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ കേരള സംസ്ഥാന ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ നിയമത്തിനെതിരായി ചില സംഘടനകളും വ്യക്തികളുമെല്ലാം ഗവർണർക്ക് നൽകിയ പരാതികളാണ് വിശദമായി പരിശോധിക്കേണ്ടി വന്നതും നിയമോപദേശം തേടേണ്ടി വന്നുകൊണ്ടാണ് ഒപ്പിടാൻ താമസിച്ചെന്നാണ് ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞത്. അത്തരം ശക്തികൾ വീണ്ടും ഈ നിയമത്തിനെതിരായി കുൽസിതമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നു. ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നതിനും കോടതിയെ സമീപിക്കുമെന്നുമെല്ലാമുള്ള ഭീഷണി അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഭൂരിപക്ഷം ജനങ്ങളുടെയും പ്രശ്നങ്ങൾ ഈ നിയമനിർമ്മാണത്തിലൂടെ പരിഹരിക്കപ്പെടുകയാണ്. മുൻകാല 64-ലെ നിയമത്തിൻ്റെ പിഴവുകളാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നിയമ ഭേദഗതി വേണ്ടി വന്നത്. ചട്ടങ്ങൾ രൂപീകരിക്കേണ്ടത് മുൻകാല പ്രാബല്യത്തോടെ വേണ്ടി വന്നു എന്ന യാഥാർത്ഥ്യം ബില്ലിനെ എതിർക്കുന്നവർ ഇപ്പോഴും അംഗീകരിക്കുന്നില്ല എന്നത് ഖേദകരമാണ്. മുൻകാല പ്രാബല്യം കിട്ടാതെ നമ്മുടെ ജില്ലയിൽ നിയമപ്രകാരം ചോദ്യപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയില്ല. മുൻകാല പ്രാബല്യത്തിന് വേണ്ടിയാണ് നിയമ ഭേദഗതി കൊണ്ടുവരേണ്ടി വന്നത്. മറ്റ് എല്ലാ സംഘടനകളുമായി വ്യക്തികളുമായും ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിന് മുമ്പേ ഗവൺമെൻറ് കൂടിയാലോചന നടത്തണമെന്ന് കൂടി അഖിലേന്ത്യാ കിസാൻ സഭ അഭ്യർത്ഥിക്കുകയാണ്. എത്രയും വേഗം ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഒഴിവാക്കാൻ ഈ നിയമം നടപ്പാക്കണം എന്ന് കൂടി ഞങ്ങൾ ഒരിക്കൽ കൂടി ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുന്നു. മൂന്നാറിൽ റൂട്ട് മാർച്ച് നടത്തിയ കടുവകളെ ഉടൻ കൂട്ടിലടയ്ക്കണമെന്നും അല്ലെങ്കിൽ ജനമുന്നേറ്റം നടത്തേണ്ടി വരുമെന്നും ഇടുക്കി പാർലമെന്റ് മണ്ഡലം പ്രവാസി സ്ഥാനാർത്ഥി ജോമോൻ ജോൺ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വനാതിർത്തികളിൽ താമസിക്കുന്നവർക്ക് യോഗ്യതയനുസരിച്ച് തോക്ക് ലൈസൻസ് ഉടൻ നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വനാതിർത്തികളിൽ താമസിക്കുന്ന ജനങ്ങളുടെ മേൽ സ്വീകരിച്ചിരിക്കുന്ന കേസ് ഉടൻ പിൻവലിക്കണമെന്നും വ്യക്തമാക്കി. മൂന്നാറിൽ റൂട്ട് മാർച്ച് നടത്തിയ കടുവകളെ ഉടൻ കൂട്ടിലടയ്ക്കണമെന്നും അല്ലെങ്കിൽ ജനമുന്നേറ്റം നടത്തേണ്ടി വരുമെന്നും ഇടുക്കി പാർലമെന്റ് മണ്ഡലം പ്രവാസി സ്ഥാനാർത്ഥി ജോമോൻ ജോൺ. വനാതിർത്തികളിൽ താമസിക്കുന്നവർക്ക് യോഗ്യതയനുസരിച്ച് തോക്ക് ലൈസൻസ് ഉടൻ നൽകണം. വനാതിർത്തികളിൽ താമസിക്കുന്ന ജനങ്ങളുടെ മേൽ സ്വീകരിച്ചിരിക്കുന്ന കേസ് ഉടൻ പിൻവലിക്കണം. ഈരാറ്റുപേട്ടയിൽ അന്യായമായ കുറ്റകൃത്യങ്ങൾ ക്ഷമിച്ചെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇവിടെ വൈകുന്നുവെന്നും അദ്ദേഹം ചോദിച്ചു. വനാതിർത്തിയിൽ താമസിക്കുന്നവർക്ക് അവരുടെ സാഹചര്യം അനുസരിച്ച് യോഗ്യത അനുസരിച്ചും തോക്കിന് ലൈസൻസും അതിൻ്റെ ഫെസിലിറ്റിയും അറേഞ്ച് ചെയ്ത് അവർക്ക് സെൽഫ് ഡിഫൻസ് സിസ്റ്റം തയ്യാറാക്കി കൊടുക്കണം. മനുഷ്യൻ്റെ രക്തം ഈ വന്യമൃഗങ്ങളുടെ പീഡനം മൂലം ഭൂമിയിൽ ഇനി വീഴാൻ ഇടവരരുത്. ഗവൺമെൻറ് സീരിയസ് ആയിട്ട് എടുക്കണം, അത് കാണിക്കുന്നു. അതുപോലെ തന്നെയാണ് വനാതിർത്തിയിൽ താമസിക്കുന്നവരുടെ പേരിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും കേസെടുത്ത് പീഡിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഈരാറ്റുപേട്ട സംഭവത്തിൽ മുഖ്യമന്ത്രി പോലും പറഞ്ഞൊരു കേസാണ് തെമ്മാടിത്തരമെന്ന്. ആ കേസ് ഇളച്ചു കൊടുത്തെങ്കിൽ എന്തുകൊണ്ട് ഈ വനാതിർത്തിയിൽ താമസിക്കുന്നവരുടെ പേരിൽ പല ഘട്ടങ്ങളായി എടുത്ത കേസ് ഇളച്ചു കൊടുക്കുകയും അവർക്കൊരു മാനസികമായ ഒരു സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യണം. അവർ ജീവിക്കാൻ വേണ്ടിയാണ് ആ ഒരു തെമ്മാടിത്തരത്തിന് പോയൊരു കേസാണ്. അതിനകത്ത് വളരെ ചുരുക്കം പേരായിരിക്കും വന്യ വിഭവങ്ങൾ കട്ടെടുക്കുന്നത്. അത് ചിലപ്പോൾ അതിനകത്തൊരു മനുഷ്യത്വം കാണാൻ നമുക്ക് കഴിയണം. സർക്കാരിൻ്റെ ശ്രദ്ധ ഉടൻ അതിലേക്ക് വരണം. ഭരണ പ്രതിപക്ഷമോ ജാതി മത ഭേദമന്യേ ഈ വനമേഖലകളിൽ താമസിച്ച് അവരുടെ ജീവിതം നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ പല വന നിയമങ്ങളും മനുഷ്യൻ്റെ ആവശ്യവും അത്യാവശ്യവും മനസ്സിലാക്കാതെ എഴുതി തയ്യാറാക്കിയതാണ്. അപ്പോൾ പല ലംഘിച്ചിട്ടുണ്ടാകാം. അവരെ പീഡിപ്പിക്കരുത്,
അത് ശക്തമായി ഇവിടെ ഉന്നയിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ വനത്തെയും വന്യമൃഗത്തെയും പരിപാലിക്കാൻ വേണ്ടി പൊതുജനത്തിൻ്റെ പണം എന്ന് വെച്ചാൽ സർക്കാർ അതിനുവേണ്ടി ചെലവഴിക്കുന്ന തുക ഓരോ വ്യക്തിക്കും ഓരോ കേരളീയനും അറിയാൻ അവകാശമുണ്ട്. നമുക്കറിയാം, പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഏകദേശം 60% മേലെ ഇതിൻ്റെ പരിപാലനത്തിന് വേണ്ടിയുള്ള ഉദ്യോഗസ്ഥർ ഒരു മാസം വനത്തെയും വന്യമൃഗങ്ങളെയും പരിചരിക്കുവാൻ പൊതുജനങ്ങൾ ചെലവഴിക്കുന്ന തുക ഓരോ കേരളീയനും അറിയാൻ താല്പര്യമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിസ്സാര കാരണത്തിന് അറസ്റ്റ് ചെയ്യുന്നവരെ കുറ്റവാളികളുടെ കൂടെ താമസിപ്പിക്കുന്നത് അവസാനിപ്പിക്കണം. ജയിൽ സേവനം സ്വകാര്യ മേഖലയിലും തുടങ്ങണം. ശബരിമല മേഖലയിൽ 4 റൺവേ സഹിതം തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർപോർട്ടിൽ സ്ഥാപിക്കണം. എയർപോർട്ട് സെന്റർ മെട്രോ സഹിതം ഉടൻ പണി ആരംഭിക്കണം. അങ്കമാലി ശബരിമല ട്രെയിൻ പാത ഉടൻ സ്വകാര്യ മേഖലയിൽ ആരംഭിക്കണം. പ്രതീക്ഷ നൽകി കാലം കഴിക്കുന്ന ദുർസ്ഥിതി അവസാനിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജോമോൻ ജോൺ മുന്നോട്ട് വെച്ചത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കൊച്ചി ധനുഷ്കോടി ദേശീയപാത നവീകരണ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. 2 വർഷം കൊണ്ട് ദേശീയപാത നവീകരണം യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷ. കൊച്ചി മുതൽ മൂന്നാർ വരെ 125 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 2 മാസം മുമ്പാണ് ദേശീയപാതയിൽ നവീകരണ ജോലികൾക്ക് തുടക്കം കുറിച്ചത്. 910 കോടി രൂപയ്ക്കാണ് പദ്ധതിയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. നികുതി ഉൾപ്പെടെ 1071.8 കോടി രൂപ പദ്ധതിക്കായി ആകെ ചിലവ് പ്രതീക്ഷിക്കുന്നു. 10 മീറ്റർ വീതി ഉറപ്പാക്കിയാകും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക. പദ്ധതിയുടെ 110 കിലോമീറ്റർ ദൂരവും വീതി കൂട്ടിയാണ് നവീകരിക്കുന്നത്. ദേശീയപാതയുടെ നവീകരണം മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്കും കരുത്താകുമെന്നാണ് പ്രതീക്ഷ. ഇതേ പാതയിൽ നേരത്തെ നിർമ്മാണം പൂർത്തീകരിച്ച ബോഡിമെട്ട് മൂന്നാർ നവീകരണ പദ്ധതിയുടെ ഉദ്ഘാടനം മുമ്പ് നടന്നിരുന്നു. മെച്ചപ്പെട്ട നിലവാരത്തിൽ ടാർ ചെയ്താണ് ദേശീയപാതയുടെ പുനർനിർമ്മാണം. ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട ടാറിംഗ് ജോലികൾ മൂന്നാറിന് സമീപം വരെ എത്തിയിട്ടുണ്ട്. നേര്യമംഗലത്ത് പുതിയ പാലവും പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്നുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 5 സ്പാനുകളിലായി 42.80 മീറ്റർ നീളത്തിൽ 13 മീറ്റർ വീതിയിലുമാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം. കൊച്ചി മുതൽ മൂന്നാർ വരെ 125 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. അടിമാലി സർക്കാർ ഹൈസ്കൂളിലെ 1974-84 ബാച്ചിന്റെ ഒത്തുചേരലും സ്കൂളിലെത്തിയതിന്റെ 50ാം വാർഷികാഘോഷവും നടന്നു. റിട്ടയർഡ് അധ്യാപകൻ MK മാത്യു വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. കലാലയ ജീവിതത്തിന്റെ മധുരിക്കുന്ന ഓർമ്മകൾക്ക് തുടിപ്പേകിയായിരുന്നു അടിമാലി സർക്കാർ ഹൈസ്കൂളിലെ 1974-1984 ബാച്ചിന്റെ ഒത്തുചേരലും സ്കൂളിലെത്തിയതിന്റെ 50ാം വാർഷികാഘോഷവും നടന്നത്. അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ നുകർന്ന കലാലയമുറ്റത്ത് 50 വർഷങ്ങൾക്കിപ്പുറം വീണ്ടുമെത്തി അവർ ഓർമ്മകൾക്ക് തിളക്കം കൂട്ടി. വീണ്ടും എല്ലാവർക്കും കൂടി ഒത്തുകൂടാൻ, അതിലുപരി ഞങ്ങളുടെ അധ്യാപകരോടൊത്ത് ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഇവിടെ ആഘോഷിക്കാനും അവരോടൊത്ത് കഴിയാനും കിട്ടിയ ഒരു മഹത് ഭാഗ്യമായിരുന്നു. ഇന്ന് വളരെ ദൂരത്തു നിന്നും അധ്യാപകർ ഇന്നലെ തന്നെ വന്ന് ഇവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. വിദ്യാർത്ഥികളാണ് ഇവരും വളരെ അകലെ നിന്നാണ് എത്തിയത്. എല്ലാവരും എത്തി മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിശിഷ്ടാതിഥിയായി നമ്മുടെ സാറും എത്തിയിട്ടുണ്ട്. എല്ലാവരും ചേർന്ന് ഇങ്ങനൊരു വലിയ ഫംഗ്ഷൻ നടത്തപ്പെട്ടതിൽ വളരെ സന്തോഷത്തോടെ റിട്ടയർഡ് അധ്യാപകൻ MK മാത്യു വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കോയയൊക്കെ കാണുമ്പോൾ എൻ്റെ കൊച്ചുമക്കളെ ചോദിച്ചു, ഇത് സാറ് പഠിപ്പിച്ച കുട്ടിയാണോ അപ്പച്ചനെ പഠിപ്പിച്ചതാണോ? ഫോട്ടോ കണ്ടപ്പോൾ കാരണം തലമുടി തരുന്നത് കൊണ്ട് കൊച്ചുമക്കൾക്കൊരു സംശയം, അപ്പച്ചനെ പറയുന്നത് ശരിയാണോ എന്ന്. ഇപ്പം മുൻപില് കോയ ഇരിക്കുന്നത് കണ്ടപ്പോൾ സന്തോഷത്തോടെ പഴയ കാലങ്ങളൊക്കെ ഓർത്തുപോയി. 7ാം ക്ലാസ് കണക്ക് പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങളിൽ പലരെയും നല്ല എല്ലാവരെയും തന്നെ ശരിക്കും അടിച്ച് ശിക്ഷിച്ച് പഠിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ആ കാലത്ത് എങ്ങനെയും കുട്ടികളെ പഠിപ്പിച്ചെടുക്കണം, ഒരു കുട്ടി പോലും എൻ്റെ ക്ലാസ്സിൽ തോക്കരുത് എന്നെനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് 7ാം ക്ലാസ് വരുന്ന കുട്ടിക്ക് സങ്കലനക്രിയയും വ്യപകലനക്രിയയും അറിയില്ല. 1ാം ക്ലാസ്സിൽ പഠിക്കേണ്ട അല്ലെങ്കിൽ 2ാം ക്ലാസ്സിൽ പഠിക്കേണ്ട സംഖ്യാബോധം പോലും ഇല്ലാതെയാണ് 7ാം ക്ലാസ് വരുന്നത്. അന്നൊക്കെ ഈ ഓൾ പ്രൊമോഷൻ്റെ സമയം ആയിരുന്നു. പഠിച്ചാലും പഠിച്ചില്ലേലും കുട്ടികൾ ജയിക്കും, അങ്ങനെ ഒരു കാലാവസ്ഥ. അത് വലിയ ഒരു പ്രതിസന്ധിയായിരുന്നു. എങ്കിൽ കൂടി എൻ്റെ മുന്നിൽ വരുന്ന കുട്ടികളെ എങ്ങനെയും പഠിപ്പിച്ചെടുക്കണമെന്നൊരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. പത്മാവതി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരൻ ജോസ് കോനാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കോയ അമ്പാട്ട്, അധ്യാപകരായ ചന്ദ്രഹാസൻ, KK സുകുമാരൻ, രാജമ്മ, പ്രോഗ്രാം കോർഡിനേറ്റർ ഉണ്ണി EK തുടങ്ങിയവർ സംസാരിച്ചു.
പഴയ സുഹൃത്തുക്കൾ ഒത്തുചേർന്നതോടെ മനസ്സിന് വീണ്ടും യുവത്വം. കുശലം പറഞ്ഞ് സമയം ചിലവഴിച്ചു. കലാപരിപാടികളോടെയും സ്നേഹവിരുന്നോടെയും വാർഷികാഘോഷം അവസാനിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെയ്ശ്ശേരി തോക്കിമ്പൻ റോഡിൽ മുളപ്പുറം ഷാപ്പിന് സമീപം നിർമ്മാണത്തിലിരുന്ന കലുങ്കിൽ സ്വകാര്യ ബസ് കയറുന്നതിനിടെ കലുങ്കിന്റെ അരികിടിഞ്ഞു വീണു. യാത്രക്കാർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഇടുക്കി ജില്ലാ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റ് ഡാൻ ഗ്രേഡ് തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടത്തി. ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. മൂലമറ്റം സെന്റ് ജോർജ് ഫോറോന പള്ളിയുടെ പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനം നടന്നു. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖ്യ സന്ദേശം നൽകി. തൊടുപുഴ താലൂക്ക് NSS കരയോഗ യൂണിയന്റെ പ്രവർത്തക സമ്മേളനം മെയ് 5-ന് തൊടുപുഴ ഷെറോൺ കൾച്ചറൽ സെന്ററിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോടിക്കുളം ചാലക്കമുക്ക് ഒരുമ റെസിഡൻസ് അസോസിയേഷനും തൊടുപുഴ അഹല്യ ഐ ഫൗണ്ടേഷനും സംയുക്തമായി സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.